കുട്ടീസ്, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ചിന്ന ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. സത്യത്തിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടി എടുത്ത ക്ലിപ്പുകളാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് കൂടി പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ അമ്മയുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ട്സാണ്. അവിടെ അല്ലൂസ് ആദ്യമായിട്ടാണ് ഇതുപോലെ എയർ ബസ്സിലുള്ള ഏറ്റവും പാട്ടൊക്കെ കേട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എന്താളിപ്പം ആ മുഖത്ത് കാണാനുണ്ട്. കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഈ ഒരു സൈലൻസ്. ഇത് കഴിഞ്ഞ ചെക്കൻ അങ്ങോട്ട് ടെററായി, പിന്നെ ഡാൻസായി, പാട്ടായി. എന്നെ ഒന്നും പിന്നെ അവന് വേണ്ടേ വേണ്ട. ഇവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സീനായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബസ് ഇഷ്ടമായി, അമ്മയുടെ ഫ്രണ്ട്സിന് ഇഷ്ടമായി, പിന്നെ അവരുടെ കൂടെ അങ്ങോട്ട് ആയി. ഫസ്റ്റ് ഞങ്ങൾ പോയത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്. അവിടുന്ന് പിന്നെ ഉത്രാളിക്കാവിലേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ മനയുണ്ടല്ലോ, വരിക്കാശ്ശേരി മന, അവിടേക്കാണ് പോയത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ചൂടത്ത് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതുപോലെ നമ്മുടെ ഈ ആറാന്തമ്പുരാനും ദേവാസുരവും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു മന കാണുമ്പോൾ അയ്യോ ഇവിടെയാണല്ലേ മോഹൻലാൽ ഇരുന്നത്, ഇവിടെയാണല്ലേ നടന്നത്, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അടിക്കും കേട്ടോ. പിന്നെ തൃശ്ശൂരുകാർക്കും പാലക്കാടുകാരൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. ഈ ഓട് വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ ചെറുപ്പം മുതൽ വാർക്ക വീട്ടിൽ മാത്രം താമസിച്ച് വരുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. എൻ്റെ അമ്മയുടെ വീടും അച്ഛൻ്റെ വീടും ഓടിട്ട വീടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ബെഡ്റൂമിൻ്റെ അത്ര ഉള്ള ഓടിട്ട വീടായിരുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ. പിന്നെ ജനലുകളൊക്കെ ഇതിങ്ങനെയാണ്. ഇങ്ങനത്തെ ജനൽ കാണുമ്പോൾ എനിക്ക് ഒളിഞ്ഞ് നോക്കാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്ന് ഒളിഞ്ഞ് നോക്കി. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഇതുണ്ട് കേട്ടോ, ഗസ്റ്റ് ഹൗസൊക്കെ പോലെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്നവർക്ക് പണ്ട് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഇതാണ് അതിൻ്റെ നടുമുറ്റം വന്നിട്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ ഹരിമുരളീരവം പാടിയ ആ ഒരു സംഭവം. വെച്ചാൽ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഈ ഒരു ഹാളിലേക്കാണ്. പിന്നെ പുറത്ത് തന്നെ തൊട്ടിപ്പുറത്ത് ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഗസ്റ്റുകൾക്ക് താമസിക്കാനായിരിക്കും. 3 നിലയുള്ള ബെഡ്റൂംസ് മാത്രമുള്ള ഒരു ബിൽഡിങ്. ഇതും ഗസ്റ്റ് ഹൗസ് ആയിരിക്കാം. വലിയ വലിയ 3 റൂംസാണുള്ളത്. ഈ റൂംസിൽ നിന്ന് റൂമുകളിലേക്ക് ഡോറുണ്ട്. അതുപോലെ കോലായിൽ നിന്നും കയറാൻ ഇതുണ്ട്. അങ്ങറ്റത്ത് ഇതുപോലത്തെ ഒരു സ്റ്റെയർ ഉണ്ട്. ഇപ്പുറത്തും സ്റ്റെയർ ഉണ്ട് കേട്ടോ. എൻ്റെ പുത്രൻ ഈ സ്റ്റെയർ കണ്ട കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് ഇറക്കും, പിന്നെ മേപ്പോട്ട് കയറ്റും. ഇതന്നെ ഇവൻ്റെ പണി. പിന്നെ ഇവന് ഇതുപോലെ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഓടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കലാവിരുത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്തെ സൈഡുള്ള സ്റ്റെയർ, ആ സ്റ്റെയറിൽ കൂടിയാണ് നമ്മൾ നോർമൽ കയറാൻ ഇറങ്ങാൻ ചെയ്യുക. ഈ ഒരു സ്റ്റെയറാണ് കേട്ടോ. ഈ സ്റ്റെയർ കണ്ടപ്പോൾ എനിക്ക് മണിച്ചിത്രത്താഴിൽ ആ പ്രേതം ഇറങ്ങി വന്ന സീനാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് നേരെ വണ്ടി വിട്ടത് നേരെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ആദിയോഗിയുടെ അടുത്തേക്കാണ് പോയത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് മക്കളെ. ഇവിടെ ഈ ഒരു ലൈറ്റ് ഷോനേക്കാളും നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് അവിടെ അമ്പലം ഉണ്ടല്ലോ, അതിൻ്റെ അകത്താണ്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. വൈകിട്ട് ഈ ഒരു ലൈറ്റ് ഷോയും കൂടി കണ്ടിട്ട് മടങ്ങി. അപ്പം അത്രയുള്ള ചെറിയൊരു ചിന്ന ട്രിപ്പിൻ്റെ വിശേഷം.